നമ്മൾ മലയാളികൾ പൊതുവെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് നടക്കുന്നവരാണ്. സ്വർണം ഇട്ടില്ലെങ്കിൽ എന്തോ ദാരിദ്ര്യാവസ്ഥയിലാണെന്ന് തോന്നലാണ് പലർക്കും. എന്നാൽ ഒരു തരി പൊന്നിന് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം സ്വർണത്തിന് വേണ്ടി കൊല്ലും കൊലയും നടത്താൻ പോലും മടിയില്ലാത്തവരുണ്ട് ഇവിടെ. കോതമംഗലം ഊന്നുകല്ലിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തി മൃതദേഹം മാലിന്യ ടാങ്കിനുള്ളിൽ തള്ളിയതും സ്വർണത്തിന് വേണ്ടിയാണ്. പെരുമ്പാവൂർ സ്വദേശിനി ശാന്തയെ കൊലപ്പെടുത്തി 12 പവനോളം സ്വർണം തട്ടിയെടുത്ത ശേഷമാണ് മൃതദേഹം വേസ്റ്റ് ടാങ്കിൽ ഉപേക്ഷിച്ചത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട അടിമാലി സ്വദേശി രാജേഷിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. ഊന്നുകല്ലിൽ അടഞ്ഞുകിടന്ന വീട്ടിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മൃതദേഹം കണ്ടെത്തിയത്. പെരുമ്പാവൂർ സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. വീടിന്റെ അടുക്കള ഭാഗത്തെ വർക്ക് ഏരിയയിലെ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ മോഷണശ്രമം നടന്നതായി ഊന്നുകൽ സ്റ്റേഷനിൽ വൈദികൻ പരാതി നൽകിയിരുന്നു. വെള്ളിയാഴ്ച വീട്ടിലെത്തിയപ്പോൾ ദുർഗന്ധം വമിക്കുന്നതറിഞ്ഞ് പോലീസിൽ വിവരമറിയിച്ചു. പോലീസെത്തി പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിന്റെ വർക്ക് ഏരിയയുടെ ഗ്രില്ല് തകർത്ത നിലയിലാണ്. മാൻഹോളിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു ചെവി മുറിച്ച നിലയിലായിരുന്നു. ഇവർ ധരിച്ചിരുന്ന 12 പവനോളം സ്വർണവും നഷ്ടമായിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ വെച്ച് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം മാൻഹോളിൽ ഒളിപ്പിക്കുകയായിരുന്നെന്നാണ് നിഗമനം. പെരുമ്പാവൂർ വേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപം കുന്നത്ത് താഴെ ബേബിയുടെ ഭാര്യ 61 വയസ്സുള്ള ശാന്തയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശി പാലക്കാട്ടേൽ രാജേഷാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഇയാളെ പിടികൂടിയിട്ടില്ല. ഓഗസ്റ്റ് 18 മുതൽ ശാന്തയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം നേര്യമംഗലം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോതമംഗലം.